എഡിറ്റിംഗ് പലപ്പോഴും എല്ലാവരും പറയുന്ന സംഭവമാണ് എഡിറ്റിംഗ് ഭയങ്കര ടഫാണ് കേസ്, നമുക്ക് അറിയില്ല കേസ്, നമുക്ക് ഭയങ്കര സീനാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എഡിറ്റിംഗ് ഏറ്റവും സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 2025 എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താലോ? യെസ്, ഈസി പീസി. നമുക്ക് നോക്കാം. ഇവിടത്തെ പ്രശ്നം എന്താണ്? മൈ ഈസ് നെയിം ഐനു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവും. എന്താണ് ആൻസർ? അതിന്റെ പ്രശ്നം ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത്തെ പ്രശ്നം എന്നുള്ളത്? ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് നമുക്കറിയാം. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലായി. മൈ ഈസ് നെയിം ഐനു. എന്റെ പേര് ജംഷാദ് എന്നാണ്, അല്ലെങ്കിൽ JD എന്ന് പറയാം. മൈ ഈസ് നെയിം JD എന്ന് ഞാൻ പറയും. അല്ല, മൈ നെയിം ഈസ് JD എന്ന് പറയാം. അപ്പൊ അതിന്റെ ഓർഡർ തെറ്റിയതാണ്. ഈസ് ഇപ്പുറത്തേക്കും നെയിം ഇപ്പുറത്തേക്കും ഇട്ടാൽ അത് കറക്റ്റ് ആയി. ആൻഡ് ഐ ആം 10 years old. എനിക്ക് 10 വയസ്സുണ്ട് അല്ലേ? നിങ്ങൾ 5ാം ക്ലാസ്സിലാണെങ്കിൽ 10 വയസ്സുണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങനെ പറയും ഐ ആം. ഇവിടുത്തെ എന്താ പ്രശ്നം? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഏതൊരു വേർഡിന്റെയും സ്റ്റാർട്ടിങ്ങിലെ ലെറ്റർ എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അത് മാത്രമല്ല ഐ ആം എവിടെ വന്നാലും, അത് ഫുൾ സ്റ്റോപ്പിന് ശേഷമല്ല, എവിടെ വന്നാലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഐ ആം കേട്ടോ. ഓക്കെ, യെസ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആയിഷ. ഇവിടെ ഫ്രണ്ടിന് എന്താ പ്രശ്നം? മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആയിഷ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ ഉള്ളതുപോലെ ഒരു സ്പെല്ലിങ്ങിന്റെ പ്രശ്നമാണ്. ഫ്രണ്ട് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഫ്രണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് എഴുതേണ്ടത്. ഐ ഇങ്ങോട്ടും അല്ല, ഈ അങ്ങോട്ടും ഐ ഇങ്ങോട്ടുമായി മാറിപ്പോയിട്ടുണ്ട്. മാറ്റിയതാണ് പറ്റിക്കാൻ വേണ്ടിയിട്ട്. യെസ്. ഷീ ഈസ് ഡാഷ് ഗുഡ് ഗേൾ. ഷീ ഈസ് ദ ഗുഡ് ഗേൾ ആണോ, എ ഗുഡ് ഗേൾ ആണോ, ആൻ ഗുഡ് ഗേൾ ആണോ? എപ്പോഴാണ് നമ്മൾ ആൻ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വവൽ സൗണ്ട് ആയിട്ടുള്ള AEIOU എന്നുള്ള വേർഡുകളല്ല, മീൻസ് എന്നിവയുള്ള സൗണ്ടുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, അംബ്രല എന്ന് പറയുന്ന സമയത്ത് ആ സൗണ്ടാണ്. ആ ആവുമ്പോൾ ആൻ അംബ്രല എന്ന് പറയും. ഓക്കെ, പെന്നിന് പ സൗണ്ടാണ്. പ ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ എ പെൻ എന്ന് പറയണം. സോ ഗുഡ് എന്നുള്ളതിന് ഗ സൗണ്ടാണ്. AEIOU അല്ല, AEOO സൗണ്ട് അല്ല. അപ്പൊ നമ്മൾ എന്താക്കണം? എ ഗുഡ് ബോയ് അല്ലെങ്കിൽ എ ഗുഡ് ഗേൾ എന്ന് പറയണം. ഓക്കെ, വി ഗോ ബൈ സ്കൂൾ ടുഗദർ. നമ്മൾ സ്കൂളിലേക്ക് ഒരുമിച്ച് പോകുന്നു. ലേക്ക് എന്ന് പറയുമ്പോൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്? വിത്താണോ? ആണാണോ? അല്ല, അണ്ടർ ആണോ? ഓൺ ആണോ? ഇല്ല. ടു സ്കൂൾ ടുഗദർ. സ്കൂളിലേക്ക് നമ്മൾ എന്താക്കുന്നു? ഒരുമിച്ച് പോകുന്നു. സോ ഇതുപോലെയുള്ള കിടിലൻ ക്വസ്റ്റ്യൻസ് വേറെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റു ഡിസ്കോഴ്സുകളും കാര്യങ്ങളും സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മാരത്തോൺ ഉണ്ട്. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് അഭിരാമി വരുന്നുണ്ട്. സോ മിസ് ചെയ്യരുത്. പവർഫുൾ ആക്കണം. യെസ്, ഏതായാലും നിങ്ങൾ അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സുകൾ കാണാം. നമ്മളെ സൈലത്തിന്റെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിലേക്ക് അയച്ചു കൊടുക്കുക. എൻ്റെ പേര് ജംഷാദ്. നിങ്ങൾക്ക് JD എന്ന് വിളിക്കാം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ കാണാം. ഓക്കെ, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ കഴിച്ചു. ഓക്കെ, ബൈ, താങ്ക് യു.